ഹായ് ഫ്രണ്ട്സ്, ബ്രാൻഡിങ് ആൻഡ് സിയോങ്സിന്റെ 11ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് യൂമിയെയാണ്. യൂമിയുടെ അടുത്തേക്ക് ടീം 1ലെ 2 മെമ്പേഴ്സ് വന്ന് സംസാരിക്കുന്നു. നെയുന്റെ ഒക്കെ പോപ്പപ്പ് സ്റ്റോറിന് വേണ്ടിയിട്ടുള്ള ബിൽഡിംഗിന്റെ റെന്റ് അയാൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. പകരം നമ്മുടെ പ്രൊജക്ട് നല്ല രീതിയിൽ തന്നെ അവിടെ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നൊക്കെ ഒരു വർക്കർ പറയുന്നു. അവരുടെ ആർട്ട് എന്തായി, അത് നിങ്ങൾ നശിപ്പിച്ചില്ലേ എന്ന് യൂമി തിരക്കി. അതെ, എല്ലാം ഞങ്ങൾ ഡിലീറ്റ് ചെയ്തു എന്ന് മറ്റേയാൾ മറുപടി പറഞ്ഞു. നമ്മുടെ പ്രൊജക്ടിന്റെ സ്ഥലം കാണാൻ ഞാൻ കുറച്ച് ക്യൂരിയസ് ആണ്, കാരണം അത് നെയ്യൻ കണ്ടുപിടിച്ച സ്ഥലമല്ലേ. നെയ്യുന്നെ ഇതിലെല്ലാം നല്ല ടേസ്റ്റ് ആണെന്നും പറഞ്ഞ് യൂമി അവരുടെ പ്രൊജക്ട് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ശരിക്കും ആ ബിൽഡിംഗ് നെയ്യനും ഉൻഹോയും കൂടെ കണ്ടുപിടിച്ച സ്ഥലമായിരുന്നു. എന്നാൽ യൂമി അതിപ്പോൾ കൈയടക്കിയിരിക്കുകയാണ്. അവിടേക്ക് അവർ 3 പേരും എത്തി. യൂമി ആ ബിൽഡിംഗ് എല്ലാം കണ്ടു. പക്ഷെ ആ സമയത്താണ് അടുത്തൊരു പോപ്പപ്പ് സ്റ്റോർ തുറന്ന കാര്യം അവൾ കേട്ടത്. യൂമി നോക്കുമ്പോൾ ഒരുപാട് പേര് ആ പോപ്പപ്പ് സ്റ്റോറിന്റെ അടുത്തേക്ക് പോകുന്നു. ആരുടെ പോപ്പപ്പ് സ്റ്റോർ ആണെന്ന് അവൾക്ക് ഒരു പിടിയുമില്ല. അങ്ങനെ യൂമി നേരെ ചെല്ലുന്നത് നമ്മുടെ നെയ്യുന്റെ ഉൻഹോന്റെ ഒക്കെ പുതിയ സ്റ്റോറിലേക്കാണ്. അതായത് അവരൊരു പ്രൊജക്ടിന്റെ പുറയിലല്ലായിരുന്നു, അതിന്റെ ആവശ്യമായിട്ടുള്ള ഒരു പോപ്പപ്പ് സ്റ്റോറാണ് അവിടെ തുടങ്ങിയിരിക്കുന്നത്. അവരാദ്യം ഉറപ്പിച്ചിരുന്ന ബിൽഡിംഗ് യൂമിയൊക്കെ തട്ടിയെടുത്തെങ്കിലും അതിനടുത്ത് തന്നെ ഒരു ഫാർമസി അവർ റെന്റിനെടുത്തു. അവിടെയാണ് ഇപ്പോൾ ആ പോപ്പപ്പ് സ്റ്റോർ ആരംഭിച്ചിരിക്കുന്നത്. അതായത് ഒരു ദിവസം കൊണ്ടാണ് അവർ ഈ പോപ്പപ്പ് സ്റ്റോർ ആരംഭിച്ചത്. ഇതെല്ലാം കണ്ട് യൂമി ആകെപ്പാട് ഞെട്ടിപ്പോയി. അങ്ങനെ യൂമി അവരുടെ പോപ്പപ്പ് സ്റ്റോറിന്റെ അകത്തേക്ക് കയറി. നെയ്യൻ യൂമിയോട് സംസാരിക്കാനായിട്ട് പോയി. എന്നാൽ അവർക്കത് ഉൻഹോയല്ലേ. ഞാൻ അവളുടെ അടുത്ത് പൊക്കോളാം, ഞാൻ സംസാരിച്ചോളാം, ഞാനാണ് നെയ്യുൻ എന്നൊക്കെ ഉൻഹോ പറഞ്ഞ് നെയ്യുനെ പോലെ അഭിനയിച്ച് കാണിച്ചു. അങ്ങനെ ഉൻഹോ നെയ്യുൻ എന്ന രീതിയിൽ യൂമിയുടെ അടുത്ത് സംസാരിക്കാനായിട്ട് പോയി. ആർട്ടിനും മറ്റു ആവശ്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ഒരുപാട് പൈസ ചെലവായി കാണുമല്ലോ. നിന്നെ കൊണ്ട് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ യൂമി തിരക്കി. അവസാനം നീ ബാലൻസ് നോക്കുമ്പോൾ കരയരുത്. ഓ, ശരിക്കും നിനക്ക് ടീം 1ന്റെയും അണ്ടർ ഡോഗിന്റെയും ബഡ്ജറ്റിനെ കുറിച്ച് അറിയാഞ്ഞത് കൊണ്ടാണല്ലേ എന്നൊക്കെ ചോദിച്ച് യൂമി നെയ്യുനെ കളിയാക്കി. ശരിക്കും അത് ഉൻഹോയാണ്, അത് മറക്കരുത്. നീ എന്താണ് ഇത് നേരത്തെ എന്നോട് പറയാതിരുന്നത്? ഞങ്ങൾക്ക് കുറച്ചെങ്കിലും ബഡ്ജറ്റ് ഉള്ള കാര്യം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ കുറച്ചെങ്കിലും പൈസ ചെലവാക്കിയേനെ എന്നൊക്കെ ഉൻഹോ പറഞ്ഞു. എന്താണ് ഉൻഹോ പറയുന്നതെന്ന് യൂമിക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുന്നത്. ഈ ബിൽഡിംഗിന്റെ ഓണർ ഒരു വേൾഡ് ട്രിപ്പിലാണ്, അയാളെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ ലീ നെയ്യുനെ ഉൻഹോയും അന്ന് വിളിച്ചു പറഞ്ഞില്ലായിരുന്നോ? നമുക്ക് ഒരുപാട് കോണ്ടാക്ട്സ് ഒക്കെ ഉള്ളതല്ലേ. ഈ ബിൽഡിംഗ് കഴിഞ്ഞ പ്രാവശ്യം റെന്റിനെടുത്ത് ആ വ്യക്തിയെ ഒന്ന് വിളിച്ച് സംസാരിക്കാനൊക്കെ ഉൻഹോ പറഞ്ഞു. അങ്ങനെ ലീ അയാളെ വിളിച്ച് സംസാരിച്ചു. റെന്റിനെടുത്ത ആ വ്യക്തിക്ക് ആ ബിൽഡിംഗ് 1 മാസം കൂടെ ഉപയോഗിക്കാമായിരുന്നു. പക്ഷെ അയാൾക്കിനി ആ ബിൽഡിംഗ് വേണ്ട, അതിനിയും നിങ്ങൾ എടുത്തോളൂ എന്നൊക്കെ അയാൾ പറഞ്ഞു. ഈ കാര്യം പറഞ്ഞ് നെയ്യോനും ഉൻഹോയും ആകപ്പാട് സന്തോഷപ്പെട്ടു. അതിനുശേഷം ഏറ്റവും വലിയൊരു പണി എന്ന് പറയുന്നത് ആ ബിൽഡിംഗ് റിനോവേറ്റ് ചെയ്യുന്നതാണ്. അതിനായി നമ്മുടെ അണ്ടർഡോഗ് ടീമിലെ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ആ ബിൽഡിംഗ് റിനോവേറ്റ് ചെയ്തത്. പിന്നീട് അവർക്ക് ആവശ്യമായിട്ടുള്ളത് നല്ലൊരു ആർട്ട് ടീമിനെയായിരുന്നു. ഓൾറെഡി നമ്മുടെ ലെക്സ് നല്ലൊരു ടീം തയ്യാറാക്കിയതല്ലായിരുന്നോ. എന്നാൽ യൂമിയുടെ ടീം മെമ്പേഴ്സ് ആണ് അതെല്ലാം നശിപ്പിച്ചത്. ഇനി നമുക്ക് സമയമില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ലെക്സ് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ജംഗു എത്തിയത്. ജംഗുവിനെ കണ്ട് നെയ്യുൻ അവന്റെ അടുത്ത് സംസാരിക്കാനായി അങ്ങോട്ടേക്ക് വന്നു. ഇതിനാവശ്യമായിട്ടുള്ള ആർട്ടെല്ലാം തയ്യാറാക്കിയത് എന്റെ ടീമും കൂടെയായിരുന്നു. അപ്പോൾ അത് സേവ് ആയാലും ഡിലീറ്റ് ആയാലും എന്റെയും കൂടെ ഉത്തരവാദിത്വമാണ് എന്നൊക്കെ ജംഗു പറഞ്ഞു. അപ്പോഴാണ് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുന്നത്. അന്ന് ആർട്ട് ടീമും ലെക്സും കൂടെ തയ്യാറാക്കി വെച്ചിരുന്ന തീം കാണണമെന്നും പറഞ്ഞ് യൂമയുടെ 2 വർക്കേഴ്സ് അങ്ങോട്ടേക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കിയിരുന്നില്ലേ. അന്ന് ആ സമയത്ത് അങ്ങോട്ടേക്ക് ജംഗു എത്തിയിരുന്നു. നിങ്ങൾ എന്താണ് കാണിച്ചു കൂട്ടുന്നതെന്നൊക്കെ ജംഗു അവരോട് ചോദിച്ചിരുന്നു. ആ സീൻ കട്ട് ചെയ്ത് പിന്നെ നമ്മൾ കാണുന്നത് ജംഗുവും നെയ്യനും കൂടി സംസാരിച്ചു നിൽക്കുന്നതാണ്. ജംഗു തന്റെ കയ്യിലിരുന്ന ഒരു പൗച്ച് നെയ്യുന് നൽകി. ഇതിനകത്ത് നിങ്ങളുടെ ആർട്ട് ടീം ഉണ്ട് എന്നും പറഞ്ഞ് ജംഗു അവിടെ നിന്നും പോയി. നെയ്യുൻ അത് കൊണ്ടുവന്ന് ലെക്സിന് നൽകി. ലെക്സിന് ആകെപ്പാട് സന്തോഷമായി. ലെക്സ് നെയ്യുനെ കെട്ടിപ്പിടിച്ച് കിസ് ഒക്കെ ചെയ്തു. അതൊക്കെ കണ്ടുവന്ന ഉൻഹോ അവരെ രണ്ടുപേരും പിടിച്ചു മാറ്റി. ശരിക്കും അത് ഉൻഹോന്റെ ബോഡിയല്ലേ. അപ്പോൾ തന്റെ ബോഡിയിൽ ഒരാൾ കിസ് ചെയ്യുന്നത് കണ്ടിട്ടാണ് ഉൻഹോ വന്ന് അവരെ പിടിച്ചു മാറ്റിയത്. പിന്നീട് നമ്മൾ കാണുന്നത് പ്രസന്റ് സീനാണ്. അതായത് യൂമിയും നെയ്യനും അല്ല, നമ്മുടെ ഉൻഹോയും കൂടെ സംസാരിച്ച് നിൽക്കുന്ന ആ സീന്. ഞങ്ങൾക്കിപ്പോൾ ബഡ്ജറ്റ് ഒന്നും ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ പൈസ ഞങ്ങൾ അടുത്ത പ്രൊജക്ടിന് വേണ്ടി ഉപയോഗിക്കും എന്നൊക്കെ ഉൻഹോ പറഞ്ഞ് നെയ്യുനെ കളിയാക്കി. യൂമിക്ക് അതാകപ്പാട് നാണക്കേടായി. ശരിയെന്നും പറഞ്ഞ് അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോയി. യൂമി ആരെയോ വിളിക്കാൻ ശ്രമിച്ചു, പക്ഷെ അയാളെ കോളിൽ കിട്ടുന്നില്ല. യൂമി പെട്ടെന്ന് തന്നെ ഒരു ടാക്സി വിളിച്ച് എങ്ങോട്ടേക്കോ പോയി. യൂമിയെ ഫോളോ ചെയ്ത് നെയ്യനും പോയി. യൂമി അവിടെ നിന്നിറങ്ങി മറ്റൊരു കാറിൽ കയറി. ഇതെല്ലാം നെയ്യൻ മാറിഞ്ഞെന്ന് കാണുന്നുണ്ടായിരുന്നു. യൂമി കാറിനകത്ത് കയറി നോക്കുമ്പോൾ അതിനകത്ത് മിസ്റ്റർ നാം ഇരിക്കുന്നു. നീ എന്താണ് ഇവിടെ എന്നൊക്കെ യൂമി മിസ്റ്റർ നാമിനോട് തിരക്കി. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം മറ്റാരെയോ പ്രതീക്ഷിച്ചിട്ടാണ് യൂമി എത്തിയത്. പക്ഷെ യൂമി വിചാരിച്ച ആളല്ല, പകരം മിസ്റ്റർ നാമാണ് അവിടെ ഇരിക്കുന്നത്. എനിക്ക് ഗെയിം കളിക്കാനൊന്നും സമയമില്ല എന്നും പറഞ്ഞ് യൂമി അവിടെ നിന്ന് പോവാൻ ശ്രമിച്ചു. എന്നാൽ കാറിന്റെ ഡോറ് ലോക്ക് ആയിരുന്നു. തുറക്കാനൊക്കെ പറഞ്ഞ് യൂമി അവിടെ കിടന്ന് ബഹളം വെച്ചു. ഞാൻ ഗെയിം കളിക്കുവല്ല, പക്ഷെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്ന് മിസ്റ്റർ നാമു പറഞ്ഞു.
ഞാൻ വിചാരിക്കുന്നത് യൂമിയാണ് നെയുനെ തള്ളിയിട്ടതെന്നാണ്. നിനക്ക് അതിലെന്താണ് പറയാനുള്ളത് എന്നും പറഞ്ഞ് മിസ്റ്റർ നാം ഫോൺ അവളെ കാണിക്കുന്നു. അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുന്നത്. അന്ന് നെയുന്റെ ഒക്കെ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് ആരോ ഒരാൾ എക്സി ബ്യൂട്ടിനെ കുറിച്ച് ഒരുപാട് പോസ്റ്റ് ചെയ്തിരുന്നില്ലേ? ആ റാബിറ്റിന്റെ ഫോട്ടോയും വീഡിയോസും എല്ലാം ഉൾപ്പെടുത്തി ഒരു പോസ്റ്റ്. അന്ന് അതാരാണ് പോസ്റ്റ് ചെയ്തതെന്ന് കാണിച്ചിരുന്നില്ല. എന്നാൽ അന്ന് മിസ്റ്റർ നാം ഓഫീസിലുണ്ടായിരുന്നു. മിസ്റ്റർ നാം അതെല്ലാം കണ്ടിരുന്നു. മിസ്റ്റർ നാം അതെല്ലാം ഫോണിലും എടുത്തിരുന്നു. അതിൽ യൂമിയുടെ മുഖവും ഉണ്ടായിരുന്നു. അതായത് എക്സി ബ്യൂട്ടിന്റെ കള്ളത്തരങ്ങളെല്ലാം നെയുന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് എല്ലാവർക്കും അയച്ചു കൊടുത്തത് യൂമിയായിരുന്നു. ആ ഇൻസിഡന്റിന് ശേഷം നെയുനെ ടീം 1-ൽ നിന്ന് മാറ്റി. പകരം നിന്നെ ടീം 1-ന്റെ മാനേജറാക്കി. അതിനു വേണ്ടിട്ട് നീയല്ലേ നെയുനെ കൊല്ലാൻ ശ്രമിച്ചത്? ഇതിനു വേണ്ടിട്ടെല്ലാം നിന്നെ സഹായിക്കുന്ന ഒരാളില്ലേ? അയാൾ എന്നെ ട്രീറ്റ് ചെയ്യുന്നത് പോലെ എന്നെയും ട്രീറ്റ് ചെയ്യൂ എന്നൊക്കെ മിസ്റ്റർ നാമ് പറഞ്ഞ് യൂമിയുടെ അടുത്തേക്ക് വന്നു. അവളെ ഉപദ്രവിക്കാനാണ് മിസ്റ്റർ നാമിന്റെ ഉദ്ദേശം. എന്നാൽ അവിടെ കിടന്നിരുന്ന മറ്റു കാറുകളിൽ നിന്നെല്ലാം ശബ്ദം കേട്ടു. അത് കേട്ട് മിസ്റ്റർ നാമ് ഡിസ്ട്രാക്ട് ആയ സമയത്ത് യൂമി പെട്ടെന്ന് തന്നെ അയാളെ അടിച്ചു. മിസ്റ്റർ നാമ് പെട്ടെന്ന് തന്നെ അവളെ പുറത്താക്കിയിട്ട് അവിടെ നിന്ന് പോയി. ഇതെല്ലാം നെയ്യുന്റെ പണിയായിരുന്നു. നെയ്യൻ പെട്ടെന്ന് തന്നെ യൂമിയുടെ അടുത്തേക്ക് എത്തി. നീ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് യൂമി നെയ്യനോട് തിരക്കി. ആദ്യം നീ എണ്ണിക്കെന്നും പറഞ്ഞ നെയ്യൻ യൂമിയെ എണ്ണിപ്പിക്കാൻ ശ്രമിച്ചു. എന്റെ ദേഹത്ത് നിന്ന് കൈയെടുക്ക്. നെയ്യനെ സഹായിക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് സഹായമൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് യൂമി പറഞ്ഞു. യൂമിക്ക് ഇത് ഉൻഹോയാണ്, നെയ്യുനല്ല. ഉൻഹോ എന്ന രീതിയിൽ നെയ്യുൻ യൂമിയോട് സംസാരിച്ചു. നെയ്യന്റെ സ്ഥാനം കിട്ടാൻ വേണ്ടിട്ട് ഞാൻ അവളെ കൊല്ലാൻ ശ്രമിച്ചു. ഇത് കേൾക്കാനാണോ നിനക്ക് ആഗ്രഹമെന്ന് യൂമി തിരക്കി. ഞാൻ നിന്നെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിട്ടാണ് നിന്റെ പുറകിന് വന്നതെന്ന് നെയ്യുൻ മറുപടി പറഞ്ഞു. നീ നേരത്തെ നെയ്യനോട് സംസാരിച്ചത് ഞാൻ കേട്ടിരുന്നു. അതായത് ശരിക്കും അത് ഉൻഹോയാണ്. നീ വിഷമത്തിലാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിന്റെ പുറകിന് വന്നത്. നീ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് മറ്റാരേക്കാൾ നന്നായിട്ട് എനിക്കറിയാം എന്നൊക്കെ നെയ്യുൻ യൂമിയോട് പറഞ്ഞു. നെയ്യന്റെ ഉദ്ദേശം യൂമിയുടെ കൂടെ നിന്നിട്ട് അവളുടെ രഹസ്യങ്ങളെല്ലാം അറിയാനാണ്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് യൂമി നെയ്യനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എനിക്ക് നെയ്യനെ ഭയങ്കര വെറുപ്പായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതെല്ലാം റിപ്പോർട്ട് ചെയ്തത്. അത്രേ ഉള്ളൂ. അതിനപ്പുറം ഞാൻ അവളെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് യൂമി നെയ്യനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. നെയ്യനാണെങ്കിൽ അവളെ സമാധാനിപ്പിച്ചു. ഇതൊന്നും നിന്റെ തെറ്റല്ല എന്ന് നെയ്യൻ പറഞ്ഞു. യൂമി വിചാരിക്കുന്നത് തന്നെ ആശ്വസിപ്പിക്കുന്നത് ഉൻഹോയാണെന്നാണ്. എന്നാൽ യൂമി സത്യങ്ങളെല്ലാം പറയുന്നത് നെയ്യുന്റെ അടുത്താണ്. നെയ്യുൻ നയസായിട്ട് തന്നെ ഉപദ്രവിച്ചത് ആരാണെന്ന് യൂമിയോട് ചോദിച്ചു. നീ പറഞ്ഞത് നീ നെയ്യുന്റെ സൈഡല്ലെന്നല്ലേ? പിന്നെ അവളെ ഉപദ്രവിച്ചത് ആരാണെന്ന് നീ എന്തിനാണ് അറിയുന്നത്? എന്നാൽ നെയ്യുൻ അതിനൊരു മറുപടി പറയാതെ അവൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് എനിക്ക് സ്വന്തമാക്കണം. എന്നാൽ മാത്രമേ എനിക്ക് അവളോട് ജയിക്കാൻ സാധിക്കുള്ളൂ എന്നൊക്കെ നെയ്യുൻ ഉൻഹോ എന്ന രീതിയിൽ യൂമിയോട് പറഞ്ഞു. ഞാൻ നിന്നെ എങ്ങനെ വിശ്വസിക്കുമെന്ന് യൂമി തിരക്കി. ഞാൻ ഇവിടെ വന്നത് നിന്നെ സേവ് ചെയ്യാനാണ്. നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ആൾക്കാരിൽ നിന്നും ഞാൻ നിന്നെ രക്ഷിച്ചു. എന്നിട്ടും നിനക്ക് എന്നെ വിശ്വാസമില്ലേ എന്നൊക്കെ നെയ്യുൻ തിരക്കി. ആ സീൻ കട്ട് ചെയ്ത് പിന്നെ നമ്മൾ കാണുന്നത് ഓഫീസിൽ നിൽക്കുന്ന മിസ്റ്റർ നാമിനെയാണ്. തന്റെ പുറകിൽ ഒരാൾ നിൽക്കുന്നത് കണ്ട മിസ്റ്റർ നാം പേടിച്ചു പോയി. അത് നെയ്യുനായിരുന്നു. നെയ്യുൻ പെട്ടെന്ന് തന്നെ മിസ്റ്റർ നാമിന്റെ അടുത്ത് വന്ന് ഫോൺ പിടിച്ചു മേടിച്ചു. അതിൽ നിന്ന് യൂമിയാണ് എല്ലാം ലീക്ക് ചെയ്തത് എന്നതിനുള്ള തെളിവുകളെല്ലാം നെയ്യുൻ തന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തു. അതേപോലെ ബാക്കി ഫോട്ടോസ് എല്ലാം നോക്കുന്ന സമയത്താണ് അവിടെയുള്ള ബാക്കി എംപ്ലോയീസിന്റെ ഒക്കെ മോശം രീതിയിലുള്ള ഫോട്ടോസ് എല്ലാം മിസ്റ്റർ നാം എടുത്തു വെച്ചിരിക്കുന്ന കാര്യം നെയ്യുന് മനസ്സിലായത്. മിസ്റ്റർ നാമിന്റെ ഫോണിൽ നിന്ന് അതെല്ലാം നെയ്യുൻ ഫോട്ടോ എടുത്തു. മിസ്റ്റർ നാമിനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും നെയ്യുൻ അങ്ങനെയൊക്കെ ചെയ്തത്. ആ സീൻ കട്ട് ചെയ്ത് പിന്നെ നമ്മൾ കാണുന്നത് വീട്ടിലേക്ക് എത്തിയിരിക്കുന്ന നെയ്യുനെയാണ്. നെയ്യുൻ ഉൻഹോനെ വിളിച്ചെങ്കിലും യാതൊരു റെസ്പോൺസും ഇല്ലായിരുന്നു. നെയ്യുൻ അവിടെയെല്ലാം ഉൻഹോനെ തപ്പി. ആ സമയത്താണ് നിലത്ത് കിടക്കുന്ന രീതിയിൽ ഉൻഹോനെ നെയ്യുൻ കണ്ടത്. നെയ്യുൻ പെട്ടെന്ന് തന്നെ ഉൻഹോന്റെ അടുത്തേക്ക് എത്തി. നെയ്യുൻ ഉൻഹോനെ വിളിച്ചെണ്ണിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഉൻഹോ എണ്ണിക്കുന്ന ഭാവമില്ല. അങ്ങനെ അവസാനം നെയ്യുൻ ഉൻഹോനെ രണ്ടടിയൊക്കെ വെച്ചു കൊടുത്തു. കരഞ്ഞുകൊണ്ട് തന്നെ ഉൻഹോ എണ്ണീച്ചു. എന്താ സംഭവിച്ചതെന്നൊക്കെ നെയ്യുൻ തിരക്കി. ഞാൻ വീട്ടിൽ വന്ന സമയത്ത് ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള സൗണ്ട് കേട്ടു. അപ്പോഴാണ് നമ്മളെ കാണിക്കുന്നത്. നെയ്യുന് പേടിയുള്ള ആ കറുത്ത കൈകളില്ലായിരുന്നു. അത് വന്ന് ഉൻഹോനെ പേടിപ്പിച്ചു. അത് കണ്ട് പേടിച്ചിട്ടാണ് ഉൻഹോ നിലത്ത് വീണത്. ശരിക്കും ആ കറുത്ത കൈകൾ പേടിപ്പിച്ചിരുന്നത് നെയ്യുനെയാണ്. എന്നാൽ ഇപ്പോൾ നെയ്യുന്റെ ബോഡിയിലുള്ള ഉൻഹോനെയാണ് ആ കറുത്ത കൈകൾ പേടിപ്പിച്ചത്. ഈ വീട്ടിൽ പ്രേതമുണ്ടോ എന്നൊക്കെ ഉൻഹോ തിരക്കി. നീയും അത് കണ്ടിരുന്നോ എന്ന് നെയ്യുൻ ചോദിച്ചു. അപ്പോൾ അത് ശരിക്കും ഉള്ളതാണോ എന്നൊക്കെ ചോദിച്ച് ഉൻഹോ പിന്നെയും പേടിച്ചു. ആ സീൻ കട്ട് ചെയ്ത് പിന്നെ നമ്മൾ കാണുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ്. അതായത് നെയ്യുനും ജെനിയും സംസാരിച്ചു നിന്നിരുന്ന ആ സീനിലേക്ക്. നെയ്യുനെ ഉപദ്രവിച്ചത് ആരായിരിക്കും എന്നൊക്കെ ഉൻഹോന്റെ ബോഡിയിലുള്ള നെയ്യുൻ തിരക്കിയില്ലായിരുന്നോ? എനിക്ക് നിന്നെ വിശ്വാസമില്ല. അടുത്ത ദിവസം ഹെഡ് ഓഫീസിൽ നിന്ന് നല്ലൊരു പ്രൊജക്ട് വരും. നെയ്യുനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് ആ പ്രൊജക്ട് ഉപയോഗിക്കണം.
നിന്നെ കൊണ്ട് അത് സാധിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ യൂമി ചോദിച്ചു. നിനക്ക് വേണ്ടി ഞാനത് ചെയ്തിരിക്കുമെന്ന് ഉൻഹോ പറഞ്ഞു. കഴിഞ്ഞ വർഷം സേഗ ഇന്റർനാഷണൽ ലോഞ്ച് ചെയ്ത ഒരു ബ്രാൻഡാണ്. അതിന്റെ ചാർജ് ഉള്ളത് ഡയറക്ടർ ജീഹയ്ക്കാണ് എന്നൊക്കെ യൂമി പറഞ്ഞു. ആ സീൻ കട്ട് ചെയ്ത് പിന്നെ നമ്മൾ വരുന്നത് പ്രസന്റ് സീനിലേക്കാണ്. യോമിക്ക് ഡയറക്ടർ ജീഹേനെ എങ്ങനെ അറിയാമെന്നൊക്കെ നെയുൻ ഓർത്തു. അങ്ങനെ നെയുൻ നേരെ ചെല്ലുന്നത് ഒരു സീക്രട്ട് റൂമിലേക്കാണ്. യോമിയുടെ പുറകിന് തീർച്ചയായിട്ടും ഒരാൾ കാണും. അതാരായിരിക്കും എന്നൊക്കെ നെയുൻ ഓർത്തു. അവിടെ മുഴുവനും സേഗ ഗ്രൂപ്പിൽ തന്നെ ഉപദ്രവിക്കാൻ ചാൻസ് ഉള്ളവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. അവിടെ ഒരുപാട് പേരുടെ ഫോട്ടോസ് എല്ലാം ഉണ്ടായിരുന്നു. കാര്യങ്ങളെല്ലാം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണല്ലോ പോകുന്നതെന്ന് നെയുൻ ഓർത്തു. ആ സീൻ കട്ട് ചെയ്ത് പിന്നെ നമ്മൾ കാണുന്നത് സിയോങ്സു ഏജൻസിയിലുള്ളവരെല്ലാം ഒരുമിച്ചിരിക്കുന്നതാണ്. ആ സമയം യൂമിയും നെയുനും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. നെയുൻ യൂമിയുടെ കൈയൊക്കെ പിടിച്ചു. അതെല്ലാം അവിടെ നിന്ന് അണ്ടർഡോഗ് ടീമിലെ 4 പേരും കാണുന്നുണ്ടായിരുന്നു. കൂടെ ജംഗുവും കാണുന്നുണ്ടായിരുന്നു. ആ സമയത്തേക്കാണ് പുതിയൊരു ക്യാരക്ടർ അങ്ങോട്ടേക്ക് എത്തിയത്. അതാണ് ഡയറക്ടർ ജീഹ. സേഗ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സോജു ഉണ്ടായിരുന്നു. ആ സോജുവിന്റെ റീബ്രാൻഡിംഗ് മീറ്റിംഗ് ആണ് അവിടെ നടക്കുന്നത്. സേഗ ഗ്രൂപ്പ് ചെയർമാനിന്റെ ഗ്രാൻഡ് സൺ ആണ് ഡയറക്ടറായ ജീഹ. വൈസ് ചെയർമാന്റെ ഒരേ ഒരു മകനാണ് ജീഹ. പുള്ളിക്ക് ഇപ്പോ 31 വയസ്സുണ്ട്. 25 വയസ്സായപ്പോൾ തന്നെ ഇവിടെ ചെയർമാനായി ജോയിൻ ചെയ്തു. ജീഹ ഒരുപാട് ബ്രാൻഡ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. എന്നാൽ പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്ത എല്ലാ ബ്രാൻഡുകളും ഫെയിലിയർ ആയിരുന്നു. അങ്ങനെ കുറച്ചു നാൾ പുള്ളി സൈലന്റ് ആയിരുന്നു. അങ്ങനെ കഴിഞ്ഞ കൊല്ലമാണ് ജീഹ സോജു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ അതും മറ്റൊരു ദുരന്തമായിരുന്നു എന്നൊക്കെ മറ്റു കൊളീഗ്സ് ടീം അണ്ടർഡോഗിലുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു. നിനക്ക് എന്നെ അറിയത്തില്ലേ? എന്നെ അറിയില്ലെന്ന് നീ ഭാവിക്കുന്നത് കണ്ടിട്ട് എനിക്ക് വിഷമം വരുന്നു എന്നൊക്കെ ഡയറക്ടർ ജീഹ ഉൻഹോനോട് പറഞ്ഞു. പുള്ളി ശരിക്കും ഉദ്ദേശിച്ചത് നെയുനെയാണ്. പക്ഷെ ഇത് ഉൻഹോയല്ലേ? ഉൻഹോയ്ക്ക് ജീഹാനെ അറിയില്ല. ഉൻഹോ പെട്ടെന്ന് തന്നെ നെയുനെ നോക്കി. അറിയാം എന്നുള്ള ആക്ഷൻ നെയുൻ കാണിച്ചു. ആ എനിക്ക് നിങ്ങളെ അറിയാവല്ലോ, നിങ്ങൾ ഡയറക്ടർ ജീഹയല്ലേ എന്നൊക്കെ ഉൻഹോ ചോദിച്ചു. നീ കാരണം ഞാൻ എത്ര നാളാണ് അനുഭവിച്ചതെന്ന് നിനക്കറിയാവല്ലോ എന്നൊക്കെ ഡയറക്ടർ ജീഹ പറഞ്ഞു. എന്താണ് സംഭവം എന്ന് ഉൻഹോയ്ക്കും നമുക്കും മനസ്സിലായിട്ടില്ല. സത്യം പറഞ്ഞാൽ ആക്സിഡന്റ് സമയത്ത് എന്റെ മെമ്മറി എല്ലാം പോയെന്ന് ഉൻഹോ എങ്ങനെയൊക്കെ ഒപ്പിച്ചു പറഞ്ഞു. ഞാനും ആക്സിഡന്റിനെ കുറിച്ച് കേട്ടിരുന്നു. എന്നാലും നീ തിരിച്ചു ലൈഫിലേക്ക് വന്നല്ലോ. നീ മരിച്ചെങ്കിൽ അതിൽ എനിക്കൊരു പങ്കുണ്ടെന്ന് എല്ലാരും പറഞ്ഞേനെ എന്നൊക്കെ ഡയറക്ടർ ജീഹ പറഞ്ഞു. എന്തുകൊണ്ടാണ് പുള്ളി അങ്ങനെ പറഞ്ഞതെന്ന് ഉൻഹോയ്ക്കും നമുക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ അവിടെ നിന്ന് നെയുന് അതെല്ലാം മനസ്സിലായി. ആ ഇൻസിഡന്റിന് ശേഷം ഇവിടെ 2 സ്വിച്ച് നടന്ന കാര്യം ഞാൻ അറിഞ്ഞു. അതായത് ഇപ്പോൾ ഇവിടെ 2 ടീമല്ലേ ഉള്ളത്. നെയുന്റെ ഒക്കെ അണ്ടർഡോഗ് ടീമും യൂമിയുടെ ടീം 1ഉം. എന്റെ പ്രൊജക്ട് ഞാൻ നൽകാൻ ഉദ്ദേശിക്കുന്നത് ടോപ്പ് ടീമിനാണെന്ന് ഡയറക്ടർ ജീഹ പറഞ്ഞു. ആർക്ക് കൊടുക്കണം? നെയുന് കൊടുക്കണോ അതോ യൂമിക്ക് കൊടുക്കണോ എന്നൊക്കെ ഡയറക്ടർ ഹാൻ എല്ലാരോടും ചോദിച്ചു. നിങ്ങൾക്ക് എന്തുകൊണ്ട് 2 ടീമിനും തന്നൂടാ? അതിൽ ബെസ്റ്റ് ആയിട്ട് ആരാണോ ചെയ്യുന്നത് അവരുടെ എടുത്താൽ പോരെ എന്നൊക്കെ ഉൻഹോന്റെ ബോഡിയിലുള്ള നെയുൻ പറഞ്ഞു. ആ സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. യൂമിയെ സഹായിക്കുന്നത് ഡയറക്ടർ ജീഹയാണോ അതോ ഇനി മറ്റാരെങ്കിലും ആണോ? എന്തായാലും മിസ്റ്റർ നാമല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇനിയും ബാക്കിയുള്ളതൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം. നല്ല ത്രില്ലിംഗ് ആയിട്ടാണ് ഈ സീരീസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ എപ്പിസോഡ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുമല്ലോ അല്ലേ? അതുവരേക്കും ബൈ ബൈ ഫ്രം മൂവി ടോക്കീസ്.